നരേന്ദ്രമോദിയുമായി ഒരു തുറന്ന യുദ്ധത്തിന് പോകുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചൈനയുടെ വാതിൽ അടയില്ല, അത് വിശാലമായി തുറക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കൈയടിക്കും. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോക സാമ്പത്തിക ക്രമവും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സും വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. 2025 ഒക്ടോബർ 30 ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന ഏഷ്യ പസഫിക് ഉച്ചകോടിയെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏഷ്യ പസഫിക് ഉച്ചകോടിയിൽ 21 രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ലോക ജനസംഖ്യയുടെ 40% പോപ്പുലേഷൻ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഉച്ചകോടിയിൽ എത്തിയ ട്രംപ് ഉച്ചകോടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഷീ ജിൻപിങ്ങുമായി ഒരു ചർച്ച നടത്തി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. ട്രംപ് മടങ്ങിപ്പോയതോടുകൂടി ഏഷ്യ പസഫിക് ഉച്ചകോടിയുടെ താരമായി ഷീ ജിൻപിങ് മാറി. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു താരിഫ് യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഏഷ്യ പസഫിക് സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സമ്മേളനത്തിൽ നടന്ന ഏറ്റവും വലിയ മാറ്റം ഷീ ജിൻപിങ് ചൈനയെ മാറുന്ന ലോകക്രമത്തിൻ്റെ നേതാവായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് 3 ആശയങ്ങളാണ് മുന്നോട്ട് വച്ചത്. 1 സ്ഥിരത, 2 തുറന്ന വ്യാപാരം, 3 ശക്തമായ സപ്ലൈ ചെയിൻ. ഈ 3 ആശയങ്ങളും അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെ ദുർബലപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഷീ ജിൻപിങ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ചൈനയുടെ വാതിലുകൾ അടയില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ വിശാലമായി തുറക്കുകയാണ്. എല്ലാ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ചൈനയുടെ വാതിൽ തുറക്കുകയാണ് എന്ന് പറയുമ്പോൾ ഷീ ജിൻപിങ് ലക്ഷ്യമാക്കുന്നത് അമേരിക്കയ്ക്ക് പകരം ഗ്ലോബലൈസേഷൻ്റെ നേതാവായി ചൈനയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ അമേരിക്കയ്ക്ക് പകരം ചൈനയെ ഗ്ലോബലൈസേഷൻ്റെ വക്താവായി നേതാവായി പ്രതിഷ്ഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സഹകരണം ഉണ്ടായേ മതിയാകൂ. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനമുണ്ടാകണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാന് ചൈന നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ അവസാനിപ്പിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ചൈന പുനർചിന്തനം നടത്താതെ ഗ്ലോബലൈസേഷൻ്റെ ലോക നേതാവാക്കി ചൈനയെ മാറ്റാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് മുന്നിലേക്ക് ചൈനയ്ക്ക് വരണമെങ്കിൽ അതിൻ്റെ പ്രധാന തടസ്സം ഇന്ത്യയാണ്. ലോകത്തിലെ ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, ലോക വ്യോമസേനയുടെ രംഗത്ത് ഇന്ത്യ ചൈനയെ പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയെ ദുർബലമാക്കുക എന്നത് അസാധ്യമാണ്. ഏതാണ്ട് ഷീ ജിൻപിങ്ങും ചൈനീസ് അധികൃതരും ഈ സത്യം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് കാണാൻ കഴിയുന്നത്. ഡോക്ലാമിൽ അവർ മോദിയുമായിട്ട് ഏറ്റുമുട്ടാൻ ശ്രമിച്ചു. മോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടാൻ അവരുടെ ടാർഗറ്റ് മോദിയായിരുന്നു, പരാജയപ്പെട്ടു. ഗാൽവൻ യുദ്ധം സമാനമായ അന്തരീക്ഷം ഗാൽവനിലുണ്ടായി. അവിടെയും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു. ഇന്ത്യയുമായി ഒരു അതിർത്തി തർക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു തുറന്ന യുദ്ധത്തിലേ തീരുകയുള്ളൂ എന്ന് ചൈനയ്ക്ക് വ്യക്തമായി അറിയാം. ലോകത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ വ്യാവസായിക താല്പര്യങ്ങളുള്ള ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് പോയാൽ ചൈന സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാകും എന്ന് ഷീ ജിൻപിങ്ങിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും വളരെ ഭംഗിയായിട്ടറിയാം. അവർ ശ്രമിക്കുന്നത് ചൈനയ്ക്ക് തുല്യമായി മറ്റൊരു രാജ്യം ഏഷ്യയിൽ വരുന്നത് തടയുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഇന്ത്യ അങ്ങനെ ഒരു താരമായി ഉയർന്നു വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ പോപ്പുലേഷൻ, മറ്റൊന്ന് ഇന്ത്യ വിഭവങ്ങളുടെ സമ്പന്നമാണ് ഇന്ത്യ. അപ്പോൾ ഒട്ടേറെ വിഭവസമ്പന്നമായ, പോപ്പുലേഷൻ കൊണ്ട് സമ്പന്നമായ, ജനസംഖ്യ കൊണ്ട് സമ്പന്നമായ, അതും അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ വളർച്ച തടയാൻ ചൈന ശ്രമിക്കാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി. ഇന്ത്യയിലെ അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച്, അവരുടെ പാർശ്വവർത്തികളെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ ദുർബലമാക്കാൻ ശ്രമിച്ചു. 2014 മുതൽ ഇന്നലെ വരെ ചൈന ശ്രമിച്ചത് അതായിരുന്നു.
ഇന്ന് ചൈനയ്ക്ക് മനസ്സിലായി ജനകീയ പിന്തുണയുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന്. നരേന്ദ്രമോദിയുമായി ഒരു തുറന്ന യുദ്ധത്തിന് പോകുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഏഷ്യ പസഫിക് ഉച്ചകോടിയെ കാണേണ്ടതും അതുപോലെ തന്നെ ഷീ ജിൻപിങ് അവതരിപ്പിച്ച പുതിയ ചൈനയെ കാണേണ്ടതും. അപ്പോൾ ചൈനയുടെ വാതിൽ അടയിൽ അത് വിശാലമായി തുറക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കൈയടിക്കും. പക്ഷേ ഇന്ത്യയുടെ വാതിലുകൾ ഒരു വിഘ്നവും കൂടാതെ കാറ്റും വെളിച്ചവും കയറാനായിട്ട് തുറന്നിട്ട PV നരസിംഹറാവു എന്ന ദീർഘദൃഷ്ടിയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എത്രമാത്രം രൂക്ഷമായ എതിർപ്പാണ് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം എതിർപ്പ് നേരിടേണ്ടി വന്നത് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർ പലരും റാവുവിനെതിരായിരുന്നു. പക്ഷേ റാവു കൊണ്ടുവന്ന ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനുമാണ് ഇന്ന് ഇന്ത്യയെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാക്കി മാറ്റിയത് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ മറന്നെങ്കിലും രാജ്യസ്നേഹമുള്ള ജനങ്ങൾക്ക് അത് മറക്കാൻ കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോണിയാജി, പ്രിയങ്കാജി, രാഹുൽജി എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു പാർട്ടിക്ക് റാവുവിനെ അംഗീകരിക്കാൻ കഴിയാത്തതിൽ അത്ഭുതമില്ല. അതുപോലെ തന്നെ ചൈന ചെയ്തിരിക്കുന്ന ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്ലോബലൈസേഷൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് ചൈന ഉൾക്കൊണ്ടു. അവിടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാറുന്ന ലോകക്രമം ഉൾക്കൊള്ളാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ CPMകാർ നോക്കുകൂലിയും സമരങ്ങളും ബന്ധും ഹർത്താലുമായി ഒരു സംസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. അവർ ശരിക്കും നോക്കിക്കണ്ട് പഠിക്കേണ്ടത് ചൈനയാണ്, ചൈനയുടെ മാറ്റങ്ങളാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കണോമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് ലോക മാർക്കറ്റിൽ വിൽക്കുക എന്നുള്ളതാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ വില കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചീപ്പ് ലേബറാണ്. തൊഴിലാളിക്ക് വളരെ കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. തൊഴിലവകാശങ്ങളൊന്നുമില്ല. തൊഴിൽ സമയത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ മറ്റ് പല രാജ്യങ്ങളിലുള്ളതുപോലെ ചൈനയിലില്ല. ഇതൊക്കെ കൊണ്ടാണ് ചൈന മുന്നിൽ പോയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ എവിടെങ്കിലും ആരെങ്കിലും ഒരു ചെറിയ സംരംഭം ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ വരുന്ന അവിടെ കൊടികുത്തുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ സത്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവരതുകൊണ്ട് തന്നെ ഈ ഏഷ്യ പസഫിക് ഉച്ചകോടിയിൽ ഷീ ജിൻപിങ് നടത്തിയ പ്രസംഗം കണ്ണ് തുറന്ന് ഒന്ന് കാണുകയും അത് വായിക്കുകയും ചെയ്യണം. ഇന്ന് ചൈന ആയുധമാക്കുന്നത് 70% റെയർ എർത്ത് അപൂർവ ധാതുക്കളുള്ള രാജ്യമാണ് ചൈന. അത് അവർക്ക് അമേരിക്കയ്ക്ക് കൊടുക്കണമെങ്കിൽ അമേരിക്ക ചൈനയുമായി ഒരു ധാരണയിലെത്തി അവരുടെ മുകളിൽ ചുമത്തിയിരിക്കുന്ന ചുങ്കം കുറച്ചേ മതിയാകൂ, താരിഫ് കുറച്ചേ മതിയാകൂ എന്ന നിലപാടാണ് ഷീ ജിൻപിങ് നിൽക്കുന്നത്. എന്തായാലും ശരി, ഒരു വർഷത്തേക്ക് അത്തരം ഒരു ധാരണയിലെത്താൻ ഷീ ജിൻപിങ്ങും ട്രംപും തയ്യാറായി എന്ന് പറയുമ്പോൾ ഇനിയും ട്രംപ് കീഴടങ്ങാനുള്ളത് ഇന്ത്യയുടെ മുന്നിൽ തന്നെയാണ്. അവിടെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടിരിക്കുന്നത്. അവിടെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ഷീ ജിൻപിങ്ങിനെയും നരേന്ദ്രമോദിയെയും ഒരുപോലെ അംഗീകരിക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വീണ്ടും ശ്രമിക്കുന്നത് ഇന്ത്യയെ ദുർബലമാക്കാനായിരിക്കും. പ്രത്യേകിച്ച് ട്രംപ് ബ്രിക്സ് നരേന്ദ്രമോദി താരമായി മാറി എന്ന് മാത്രമല്ല, ബ്രിക്സ് ഉൾപ്പെട്ട രാജ്യങ്ങൾ അവർ ഡോളർ ഒരു പൊതു കറൻസിയായി മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. അവരെ ഡോളറിന് പകരം, അതായത് ഡോളറിന് പകരം ഒരു പൊതു കറൻസി ഡെവലപ്പ് ചെയ്യാൻ ബ്രിക്സിലെ രാജ്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമേരിക്കയെ അലോസരപ്പെടുത്തുന്നത് ഇന്ത്യയും റഷ്യയുമായുള്ള ഉറച്ച സൗഹൃദമാണ്. ആ സൗഹൃദ കൂട്ടായ്മയിലേക്ക് ചൈന കൂടെ വരുമ്പോൾ കൂടുതൽ ശക്തമാകും ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെയധികം കൃത്യമായി ചിന്തിച്ച് വേണം നമ്മൾ കാണേണ്ടത്. ഓരോ രാജ്യസ്നേഹിയായ ഇന്ത്യക്കാരനും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇതിലേ കൂടിയാണ് കടന്നു വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചൈനയ്ക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് നിലവിളി വരുന്നത്. റഷ്യയിലും അടിപിടി പഴിയുമ്പോൾ ഇവിടെയാണ് കുട പിടിക്കുന്നത്. അത്തരം ആളുകൾ ഇന്ത്യയിലുണ്ട്, അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ സ്റ്റേറ്റിനെതിരായിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇന്ത്യൻ പട്ടാളത്തിനെ ദുർബലപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്ന ആൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവാണ്. അതുപോലെ തന്നെ മോദിയെ അടിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ, അവർ മോദിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ആവശ്യം
ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. മൂന്നാമതൊരു കക്ഷി തീവ്രവാദികളാണ്, മതമൗലികവാദികളാണ്. അവരെ തക്കം പാർത്തിരിക്കുകയാണ് ഇന്ത്യയിലെ കലാപം ഉണ്ടാക്കാൻ, വിപ്ലവം ഉണ്ടാക്കാൻ. UP-യിലെ പല ഭാഗത്തും മതത്തിൻ്റെ പേരിൽ വർഗീയ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ച ശക്തികൾ ഇന്നല്ലെങ്കിൽ നാളെ ദക്ഷിണേന്ത്യയിലേക്കും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾ കരുതിയിരുന്നേ മതിയാവൂ. അടുത്തൊന്ന് മതപരിവർത്തന ശക്തികളാണ്. CAA ട്രെയിൻ ചെയ്ത ചാരന്മാർ സുവിശേഷ പ്രവർത്തകരായി മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയെ തകർക്കാനായി അവരടുത്ത് ശ്രമിക്കാൻ പോകുന്നത് ഇന്ത്യയിലൊരു ജൻസെ കലാപത്തിന് അരങ്ങൊരുക്കുക എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അത്ര പെട്ടെന്ന് അവർക്ക് നേടിയെടുക്കാൻ കഴിയില്ലെങ്കിലും ഓരോ ഇന്ത്യക്കാരനും കൃത്യമായി രാഷ്ട്രീയ ചലനങ്ങൾ, സാമൂഹ്യ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ നേടിയ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നമ്മുടെ ആത്മാഭിമാനവും നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ എന്ന് മറക്കരുത്. അത് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന ഏഷ്യ പസഫിക് ഉച്ചകോടി. അത് നമുക്കൊരുപാട് ഗുണം ചെയ്യുന്നതാണ്, ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും ആ കാര്യത്തെക്കുറിച്ച് എഴുതി കണ്ടില്ല. അവർ നരേന്ദ്രമോദിയെക്കുറിച്ചും അതുപോലെ തന്നെ UP-യിലെ കൊച്ചു കൊച്ചു കലാപങ്ങളെക്കുറിച്ചും വലിയ പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങൾ ഈ ഏഷ്യ പസഫിക് ഉച്ചകോടി ഇന്ത്യക്ക് എത്രമാത്രം പ്രയോജനം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിലും കാര്യമായ ഒരു പ്രതികരണവും കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ ഈ ആശയം പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.